ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഗ്രാമറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് വവൽസ് എന്നാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നൗണിനെ പറ്റിയാണ്. എന്താണ് നൗൺ? നൗൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നാമം എന്നാണ് അറിയപ്പെടുന്നത്. നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. അതായത് മനുഷ്യൻ, മൃഗങ്ങൾ, പക്ഷികൾ, വസ്തുക്കൾ, സ്ഥലങ്ങൾ, ഭാഷകൾ മുതലായവയാണ് നൗൺ എന്ന് സൂചിപ്പിക്കുന്നത്. സോ നൗൺ പല തരത്തിലുണ്ട്. സോ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്താണ് നൗൺ എന്ന് നമുക്ക് മനസ്സിലായി. നൗൺ എന്ന് വെച്ചാൽ ഒരു നാമമാണ്. നമ്മളീ പറയുന്ന വസ്തുക്കളോ പേരോ മനുഷ്യരോ മൃഗങ്ങളോ അതിനെയൊക്കെയാണ് നമ്മൾ ഈ നൗൺ എന്ന് പറഞ്ഞുള്ള പേര് നമ്മൾ അറിയപ്പെടുന്നത്. സോ ആ നൗൺ വന്നിട്ട് 6 തരത്തിലാണ് ഉള്ളത്. അതിപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പിന്നെ ടൈപ്പ് ഓഫ് നൗൺ. ഓക്കെ, അതിൻ്റെ ഒന്നാമത്തെയാണ് പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. പ്രോപ്പർ നൗൺ ആർ ദ നെയിം ഓഫ് പർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, അതായത് ആൾക്കാർ, സ്ഥലങ്ങൾ, പിന്നെ എന്തെങ്കിലും വസ്തുക്കൾ, ഇതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രാജേഷ്, പിന്നെ റാണി, ട്രിവാൻഡ്രം, മലബാർ എക്സ്പ്രസ്. രാജേഷ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ്, റാണിയും അത് തന്നെ. പിന്നെ ട്രിവാൻഡ്രം എന്ന് വെച്ചാൽ ഒരു സ്ഥലമാണ്, മലബാർ എക്സ്പ്രസ്സോ അതൊരു വസ്തുവാണ്, ഒരു സ്ഥാപനമാണ്. സോ നമ്മൾ ഈ പർട്ടിക്കുലർ ഓരോരുത്തരുടെ പേരും ഒരു സ്ഥാപനത്തിൻ്റെ പേരും ഒക്കെയാണ് നമ്മൾ ഈ പ്രോപ്പർ നൗണിൽ പറയുന്നത്. ഒരാളുടെ പേരും ഒരു സ്ഥാപനത്തിൻ്റെ പേരും ഓരോരോ പേരുകൾ വരുന്നതാണ് നമ്മൾ ഈ പ്രോപ്പർ നൗൺ എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു പെണ്ണ്, നമ്മൾ പെണ്ണ് എന്നാണ് പറയുക. സോ ഇതാണ് നമ്മൾ ഈ പ്രോപ്പർ നൗണായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ഇനി അടുത്തത് കോമൺ നൗൺ. കോമൺ നൗൺ ആർ നെയിം ഗിവൻ ടു എനി വൺ ഓഫ് എ ക്ലാസ് ഓർ കൈൻഡ് ഓഫ് പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. എന്ന് വെച്ചാൽ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഇപ്പോൾ മാൻ, ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ മാൻ എന്ന് വെച്ചാൽ ഒരുപാട് മാൻ ഉണ്ടാവും. മാൻ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ആണുങ്ങളെയാണ് മാൻ എന്ന് പറയുക. സോ അപ്പോൾ നമ്മൾ ഒരുപാട് ആണുങ്ങളെ എല്ലാം നമ്മൾ ഒന്നിച്ച് പറയുന്ന ഒരു വേർഡാണ് മാൻ എന്ന്. പിന്നെ ലീഡർ എന്ന് പറഞ്ഞാൽ പല ലീഡറും ഉണ്ടാവും ഗ്രൂപ്പിൻ്റെ. സോ അവരെയൊക്കെ നമ്മൾ ഇതിൻ്റെ പേര് ലീഡർ എന്ന്, നമ്മൾ ലീഡർ എന്നാണ് പറയുക. പിന്നെ വില്ലേജ് എന്ന് വെച്ചാൽ ഒരു സ്ഥലം, ഒരു പർട്ടിക്കുലർ ഈ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെയാണ് പറയുക, വില്ലേജ്, ഇത് വില്ലേജാണ്, ഇതിങ്ങനെയാണ്. പിന്നെ റിവർ എന്ന് വെച്ചാൽ നദികൾ, ഒത്തിരി നദികളുണ്ട്, നദികൾക്ക് ഓരോരോ പേരുകളുണ്ട്. സോ കോമൺലി നമ്മൾ അവരെ പറയുക നദികളെന്നാണ്. ഓക്കെ, പിന്നെ ബോയ് എന്ന് വെച്ചാൽ എന്തോ, ഇപ്പോൾ നമ്മൾ പ്രായം കുറഞ്ഞ ആൾക്കാരെയാണ് നമ്മൾ ബോയ് എന്ന് പറയുക. ഏതൊരു കണ്ടാലും ഈസ് എ ബോയ്, ഈസ് എ ഗേൾ, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കത്തില്ല, അങ്ങനെ പെണ്ണുങ്ങളെ ആണെങ്കിൽ ഗേൾ എന്ന് പറയും. ഓക്കെ, ഇത് കോമൺ ആയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ വസ്തു ആയാലും ഒരു മനുഷ്യനായാലും പർട്ടിക്കുലറായിട്ട് കോമൺ ആയിട്ട് നമ്മൾ അവരെ പറയുന്ന ഒരു വേർഡാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ വന്നിട്ട് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ ആർ ഗ്രൂപ്പ് ഓഫ് നെയിംസ് ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേര്, പ്ലേസ്, പിന്നെ വന്നിട്ട് തിങ്, എന്തെങ്കിലും ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വസ്തു, അതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയാം. ഈ ഗ്രൂപ്പ് ഓഫ് പേരുകൾ കാണും. ഉദാഹരണം പറഞ്ഞാൽ ആർമി. ഇപ്പോൾ ആർമിക്കാരെ മൊത്തം അവരിപ്പോൾ ഏത് വലിയ ഇതായാലും ഓഫീസറായാലും നമ്മൾ അവരെ പറയുന്ന ഒരു പേര് ആർമിക്കാരെന്നാണ്, ആർമി. പിന്നെ ഫാമിലിയിൽ ഇപ്പോൾ ചെറിയ കുട്ടിയോട്ട് വലിയ ആൾക്കാർ വരെ കാണും. ഇപ്പോൾ നമ്മൾ ഒരു ഫാമിലിയിലാണെങ്കിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മമ്മയും അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കാണും. സോ അവരെയൊക്കെ മൊത്തത്തിൽ നമ്മൾ ഫാമിലിയിൽ നിന്നാണ് ചേർത്താണ് നമ്മൾ പറയും, ഗ്രൂപ്പായിട്ട് പറയുമ്പോൾ അങ്ങനെ. പിന്നെ ഓഡിയൻസ്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഷോ വയ്ക്കുന്നതോ കണ്ടക്ട് ചെയ്യുന്നതോ, സോ അവരെ കാണാൻ വരുന്നത്, അതിന് പ്രായപരിധിയില്ലല്ലോ, ഏത് തരത്തിലുള്ള ആൾക്കാരും എങ്ങനെയൊക്കെ വരുന്നാലും നമ്മൾ അവരെ മൊത്തമായിട്ട് വിളിക്കുന്നതാണ് ഓഡിയൻസ്. പിന്നെ ക്രൗഡ്, ഇപ്പോൾ നമ്മൾ അമ്പലത്തിലെ ഉത്സവമായിക്കോട്ടെ, പള്ളിപ്പെരുന്നാളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, സോ അതിനൊക്കെ നമ്മൾ ക്രൗഡായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ്, നമ്മൾ പറയത്തില്ല ഭയങ്കര ആൾക്കൂട്ടമാണ് അങ്ങനെയൊക്കെ പറയത്തില്ല. സോ അതിനെയാണ് നമ്മൾ ക്രൗഡ് എന്ന് പറയാം. പിന്നെ സ്റ്റാഫ്, ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ജോലിക്കാരെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് സ്റ്റാഫ് എന്ന് പറയുക. ഈ കൊച്ചു എൻ്റെ കമ്പനീൻ്റെ സ്റ്റാഫാണ്, എൻ്റെ കമ്പനീൻ്റെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ്, നമ്മൾ അങ്ങനെയൊക്കെ പറയത്തില്ലേ. സോ അതാണ് സ്റ്റാഫ്. അടുത്തത് അബ്സ്ട്രാക്റ്റ് നൗൺ. അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞാൽ ആൻ അബ്സ്ട്രാക്റ്റ് നൗൺ ഈസ് ദി നെയിം ഓഫ് ദ ക്വാളിറ്റി, സ്റ്റേറ്റ് ഓർ ആക്ഷൻ. ഇത് വന്നിട്ട് ഒരു ക്വാളിറ്റി ആയിരിക്കും, ഒരാളുടെ ക്വാളിറ്റി ആയിരിക്കും,
ഒരു സ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ആയിരിക്കും. അതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാപ്പിനെസ്, പിന്നെ ലവ്, പോവർട്ടി, സ്ലീപ്പ്, സക്സസ്, ഫ്ലൈറ്റ്, ഫെയിലിയർ, മൂമെൻറ്റ്, ഇതിനെയൊക്കെ നമ്മൾ ഓരോരോ ഇതുപോലെ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുമ്പോൾ അതൊരു ആക്ഷനാണ്. പിന്നെ ലവ് എന്ന് വെച്ചാൽ അറിയാമല്ലോ. പിന്നെ പ്രോവർട്ടി എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, പ്രോവർട്ടിയുടെ ഇതാണ് ഒരാളെ നമ്മൾ ഇതാക്കുമ്പോൾ പറയും. പിന്നെ സ്ലീപ്പ് എന്ന് വെച്ചാൽ ഉറക്കം. സക്സസ്, ഒരാളുടെ ജീവിതത്തിൽ സക്സസ്, അതൊക്കെ ക്വാളിറ്റീസാണ് വരുന്നത്. പിന്നെ ഫെയിലിയർ, ചിലപ്പോൾ ഫെയിലിയറും കാണും. ഒരാൾക്ക് സക്സസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഫെയിലിയറും ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ക്വാളിറ്റീസിൽ പറയും. നമ്മൾ ക്വാളിറ്റിയാണ്, നമ്മൾ ഓരോരുത്തരുടെ ഓരോ ക്വാളിറ്റീസ് ഉണ്ട്. ചിലർ സക്സസ് ആവും ജീവിതത്തിൽ, ചിലർ ഫെയിലിയർ ആവുന്നവരുണ്ട്. അതിനൊക്കെ നമ്മൾ പറയുന്ന വേർഡാണ്. പിന്നെ മൂവ്മെൻറ്റ്, ഓരോരോ മൂവ്മെൻറ്റും നമുക്ക് ഉണ്ടാവും, ഫേസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഉണ്ടാവും. സോ ഓരോ സ്ഥലവും ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കോമൺലി പറയുന്നത് നമ്മൾ ക്വാളിറ്റി ആക്ഷൻ. ഈ സ്ലീപ്പിംഗ് ഒക്കെ എന്ന് വെച്ചാൽ അതൊരു ആക്ഷനാണ്, നമ്മൾ ആക്ഷനായിട്ടാണ് കാണുന്നത്. ലാഫിങ്, സ്ലീപ്പിങ്, ഈറ്റിങ്, അതെല്ലാം ഒരു ആക്ഷനിലാണ് വരുന്നത്. സോ അതിനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് അബ്സ്ട്രാക്റ്റ് നൗൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞാൽ. അടുത്തത് വെർബൽ നൗൺ. ദീസ് ആർ നൗൺ കൺഫോംഡ് ഫ്രം വെർബ്സ് എന്ന് വെച്ചാൽ, സോ വെർബൽ നൗൺ എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെയാണ് വെർബൽ നൗൺ. ദീസ് ആർ നൗൺസ് ഫോംഡ് ഫ്രം വെർബ്സ്. ഇതൊക്കെ വെർബ്സിൽ നിന്നും ഫോം ചെയ്യുന്ന നൗണാണ്. അതിനെയാണ് നമ്മൾ വെർബൽ നൗൺ എന്ന് പറയുക. ഇപ്പോൾ ലാഫിങ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ്, നമ്മളിപ്പോൾ ഇത്രയും വലിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ലാഫിങ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ്, ഇതിൽ വെർബും ഉണ്ട്, അതും കൂടി ചേരുമ്പോഴാണ് നമ്മൾ വെർബൽ നൗൺ എന്ന് പറയുക. നൗണും വെർബും ഉണ്ട്. ലാഫിങ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ്. ഓക്കെ, നമ്മൾ ഒരാൾ ചിരിക്കുമ്പോഴത്തേക്കും അതൊരു നല്ലൊരു ഇതാണ്, ചിരിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറയത്തില്ല, അതിൻ്റെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ആറാമത്തെ വരുന്നത് കോമ്പൗണ്ട് നൗൺ. നൗൺസ് ദാറ്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 2 or more വേർഡ്സ് എന്ന് വെച്ചാൽ 2-3 വേർഡ്സും കൂടി ചേർന്നതാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പേപ്പർ ക്ലിപ്പ്. പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്, ഒരു വേർഡാണ് പേപ്പർ. നമ്മൾ എന്തിനാണ് പേപ്പർ എന്ന് പറയുക, ബുക്കിൽ എഴുതുന്ന അതിനെയാണ് പേപ്പർ എന്ന് പറയുക. ക്ലിപ്പ് നമ്മൾ പല രീതിയിലും ക്ലിപ്പ് യൂസ് ചെയ്യും. അപ്പോൾ പേപ്പർ ക്ലിപ്പ് ഒന്നിച്ച് വന്നാലോ അതൊരു ക്ലിപ്പാണ്. പേപ്പർ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്ക്, നമ്മുടെ പേപ്പേഴ്സിനൊക്കെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ പേപ്പർ ക്ലിപ്പ് എന്ന് പറയുന്നത്. പിന്നെ കാർ എന്ന് വെച്ചാൽ എന്തോ, നോർമലായിട്ട് നമ്മുടെ പാർക്കെന്ന് വെച്ചാൽ കളിക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ എന്തെങ്കിലും എൻജോയ്മെൻറ്റിന് വേണ്ടി ഇരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ആ രണ്ടും കൂടി ചേരുവാണെങ്കിലോ വേറെ ഒരു വേർഡായി, കാർ പാർക്കിനായി. പിന്നെ ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്ന് വെച്ചാൽ, ബോർഡ് എന്ന് വെച്ചാൽ എന്തോ, നമ്മൾ ടീച്ചർമാർ ക്ലാസ്സിൽ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ബോർഡിൽ എഴുതുന്നതാണ് ബോർഡ് എന്ന് പറയാം. പിന്നെ സ്റ്റഡീസ് എന്ന് വെച്ചാൽ പഠിത്തം. ഇപ്പോൾ രണ്ടും കൂടി ചേരുമ്പോഴോ അത് വേറൊരു വേർഡായി, ബോർഡ് ഓഫ് സ്റ്റഡീസ്, പഠിക്കുന്നതിൻ്റെ ഇത്. പിന്നെ അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 6 നൗണും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രോപ്പർ നൗൺ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ പേര്, ഒരു വസ്തുവിൻ്റെ പേര്, ഓരോന്നിനെ എടുത്തെടുത്ത് പറയുന്ന പേരുകളിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുക. പിന്നെ കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട്, ഇപ്പോൾ ഒരു പെണ്ണാണെങ്കിൽ ഇതിനെ മൊത്തം നമ്മൾ പറയുന്ന വേർഡാണ് പെണ്ണെന്ന് പറയുക. മൊത്തത്തിൽ ഇഷ്ടംപോലെ പെന്നാണെങ്കിൽ അതിനൊക്കെ നമ്മൾ പറയുന്നത് പെണ്ണെന്നാണ്. ഏത് രീതിയിലുള്ള പെന്നും ആയിക്കോട്ടെ, കോസ്റ്റ്ലി ആയിക്കോട്ടെ, കുറഞ്ഞതായിക്കോട്ടെ, എന്തായാലും നമ്മൾ അതിനെ പെണ്ണെന്നാണ് പറയുക. അങ്ങനെ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഇതിനെയാണ് നമ്മൾ പെണ്ണെന്ന് പറയുക. അതിപ്പോൾ പേരായാലും വസ്തുവായാലും ആൾക്കാരായാലും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് നെയിം ഓഫ് എ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ സ്ഥലമാവാം. ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുക. സോ നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് നമ്മൾ അതിനെയാണ് സൂചിപ്പിക്കുക. ഓക്കെ, നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ്, സ്ഥലങ്ങൾ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതിനാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുക. പിന്നെ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് വെച്ചാൽ അതിൽ ക്വാളിറ്റി ഉണ്ടാവും, സ്റ്റേറ്റ് ഉണ്ടാവും, ആക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കഴിക്കുന്നതും അല്ലെങ്കിൽ ഓരോ അംഗീകാരം കിട്ടുന്നതും ഓരോരുത്തർ സക്സസ്സും ഫെയിലിയറും അതൊക്കെ നമ്മൾ ക്വാളിറ്റീസ് ആയിട്ട് കാണും. അതിനെയൊക്കെയാണ് നമ്മൾ ക്വാളിറ്റീസ് എന്ന് പറയുക. പിന്നെ വെർബൽ നൗൺ എന്ന് വെച്ചാൽ അതിൽ വെർബും കൂടി ചേരുന്നതുകൊണ്ടാണ്, നൗണിനകത്ത് വെർബും കൂടി ചേരുന്നതുകൊണ്ടാണ് നമ്മൾ വെർബൽ നൗൺ എന്ന് പറയുക. പിന്നെ കോമൺ നൗൺ എന്ന് വെച്ചാൽ 2-3 വേർഡ് വന്നിട്ട് കോമൺ നൗണിനകത്ത് ചേരും. അപ്പോൾ അതൊരു വേർഡാവും. അതിനെയാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുക. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞില്ല, പേപ്പർ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡാണ്, പേപ്പർ വേറെ വേർഡാണ്, ക്ലിപ്പ് വേറെ വേർഡാണ്. രണ്ടും കൂടി ചേരുമ്പോൾ അത് വേറൊരു വേർഡാണ്. അതിനെയാണ് നമ്മൾ ഇങ്ങനെ കോമൺ നൗൺ എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. സോ പ്ലീസ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് നൗൺ. കമല, വില്ലേജ്,
സൊസൈറ്റി, ക്ലാസ് റൂം, ബിലീഫ്. ഈ 5 ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ കമല വന്നിട്ട് ഈ നൗണിനകത്ത് ഏത് നൗണിനാണോ വരുന്നത് കമലയുടെ നേരെ ആ നൗണിൻ്റെ പേര് എഴുതുക. ഓരോന്നിൻ്റെ നേരെ അതാത് നൗണിൻ്റെ പേര് എഴുതുക. ഓക്കെ. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ വന്നിട്ട് വൊവൽസിൻ്റെ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ വൊവൽസിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതിൻ്റെ ആൻസറാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സോ ഐഡൻറ്റിഫൈ ദ ഗിവൻ വൊവൽസ് വേർഡ്സ്. ഇതിൻ്റെ വൊവൽ വേർഡാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫിഷ് എന്ന് പറഞ്ഞാൽ ഐ ഉണ്ട്. ഓക്കെ. ഫിഷിനകത്ത് ഐ ഉണ്ട്. സോ ഐ ആണ് നമ്മൾ വൊവലിനകത്ത് എടുക്കുന്നത്. ഓക്കെ. ബാക്കിയെല്ലാം കൺസോണൻ്റ് ആണ്. ഐ മാത്രമാണ് വൊവൽ. പിന്നെ ഇതിനകത്ത് ആപ്പിൾ എ പി പി എയും ഇയും ആണ് വൊവൽ. ബാക്കിയെല്ലാം കൺസോണൻ്റ് ആണ്. പിന്നെ ഐസ് ഇയു ആണ് ഐസായിട്ട് വരുന്നത്. മറ്റേത് കൺസോണൻ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ ഗിവൻ കൺസോണൻ്റ് വേർഡ്സ്. സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എസ്സും ടി എന്നും ജിയും ആണ് കൺസോണൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കി 2 ഐ ഉണ്ട് ഇതിനകത്ത്. അത് വൊവൽസ് ആണ് വരുന്നത്. പിന്നെ സ്റ്റോപ്ഡ് അതിൽ എസ് ടി പി പി ഡി ആണ് വരുന്നത്. ഓയും ഇയും വൊവൽസിനകത്താണ് വരുന്നത്. പിന്നെ ഡ്രോപ്പ് DRP ആണ്. ഓ വന്നിട്ട് വൊവലാണ്. DRP മാത്രമാണ് വരുന്നത്. സോ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. സോ ഞാൻ ഈ എടുക്കുന്ന വീഡിയോ എന്താ പറയുക ഇങ്ങനെ ഷേക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ക്ഷമിക്കുക. സോ ഇപ്പോഴത്തെ ഫ്യൂച്ചറിൽ ഞാൻ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യാം. സോ ഇപ്പം എന്താ പറയുക നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഇതാക്കാൻ വേണ്ടി എന്നോട് കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. സോ ഫ്യൂച്ചറിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ്സ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ നിങ്ങൾക്കത് കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്. എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. സോ അതിന് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഓക്കെ. പിന്നെ അതിൻ്റെ ആൻസർ വന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാവുന്നതായിരിക്കും. അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത്. ഓക്കെ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ശരി. സോ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള ഉത്തരം ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.